വല്ലാത്ത നിഗൂഢത നിറഞ്ഞു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ചില നീക്കങ്ങളിൽ. വർഷകാല സമ്മേളനം അവസാനിച്ചു കഴിഞ്ഞതോടെ അതിനെ സംബന്ധിച്ച് ഒരു വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇറക്കേണ്ടതാണ്. അതാണ് ചട്ടം. എന്നാൽ സമ്മേളനം അവസാനിപ്പിച്ച് 10 ദിവസം കഴിഞ്ഞിട്ടും സമ്മേളനം ഔദ്യോഗികമായി സമാപിക്കുന്ന വിജ്ഞാപനം ഇതുവരെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടില്ല. ഈ വിജ്ഞാപനത്തിന് വിളിക്കുന്ന പേര് പ്രൊറോഗ് എന്നാണ്. വിജ്ഞാപനം പുറത്തിറക്കാത്ത പക്ഷം ഇതിന്റെ മറവിൽ കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സമ്മേളനം വിളിച്ചു ചേർക്കാം, വിവാദ ബില്ലുകൾ പാസാക്കുകയും ചെയ്യാം. ഇതാണ് ഈ നീക്കത്തിന്റെ നിഗൂഢത എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. അല്ലെങ്കിൽ വർഷകാല സമ്മേളനം അവസാനിച്ച് 10 ദിവസം പിന്നിട്ടിട്ടും എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കാൻ മടിക്കുന്നു എന്ന ചോദ്യം ബാക്കിയാകുകയാണ്. ഇതിന്റെ മറവിൽ എന്തോ ഒരുങ്ങുന്നു എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു ദിവസം പാർലമെന്റ് യോഗം ചേരാൻ ഏകദേശം 9 കോടിയിലധികമാണ് ചിലവ് വരുന്നത്. ഒളിച്ചുകളികൾക്ക് ശേഷം വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിലെത്തി മുഖം കാണിച്ചത്. അന്ന് വന്ദേ മാതരം ആലപിച്ചതിന് പിന്നാലെ സ്പീക്കർ ഓം ബിർള സഭ പിരിച്ചുവിട്ടു. ഈ രാജ്യത്തെ സാധാരണക്കാരൻ നൽകുന്ന നികുതി പണമായി പിരിച്ചെടുത്ത 9 കോടിയാണ് ഈ കലാപരിപാടിക്ക് ചിലവായത്. അയോധ്യ രാമക്ഷേത്രത്തിലെ ക്രമക്കേട്, ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ക്രൂരമായ പെല്ലറ്റ് ആക്രമണം തുടങ്ങിയ പല ചോദ്യങ്ങൾക്കും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഉത്തരമില്ലായിരുന്നു. മോദിയും അമിത്ഷായും ഒളിച്ചോടില്ലെന്നും എല്ലാത്തിനും മറുപടി പറയുമെന്നും ഗർജിച്ച പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കിരൺ റിജിജുവിന് ഇന്നും ഇതിന് മറുപടിയില്ല. പ്രതിപക്ഷത്തിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും മുന്നിൽ ആഭ്യന്തരമന്ത്രി മുട്ടുകുത്തിയോ എന്ന ചോദ്യവും അന്ന് ഉയർന്നിരുന്നു. സഭയിൽ പ്രതിപക്ഷത്തിന് നേരെ നിന്ന് സംസാരിക്കാനും ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും ഇപ്പോൾ അമിത്ഷായ്ക്ക് എന്തുകൊണ്ട് മറുപടിയില്ലെന്നാണ് പ്രതിപക്ഷം അന്നും ഇന്നും ചോദിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി തെളിയിക്കുവാനുള്ള അവസരമായിട്ടാണ് പ്രതിപക്ഷം സമ്മേളനത്തെ കണ്ടത്. ഒറ്റ എംപിമാർ പോലും പാർലമെന്റിന് പുറത്തു പോകരുതെന്ന നിർദ്ദേശം രാഹുൽ ഗാന്ധി നൽകിയിരുന്നു. എന്നാൽ എംപിമാർ എത്തുന്നതറിഞ്ഞ് അമിത്ഷാ പതിവായി മുങ്ങുന്ന കാഴ്ചയ്ക്കാണ് സമ്മേളനം സാക്ഷ്യം വഹിച്ചത്. ഏറ്റവും ഒടുവിലാണ് സമ്മേളനം അവസാനിപ്പിച്ചെന്ന് വരുത്തി അമിത്ഷാ സഭയിലെത്തിയത്. പിന്നീട് സഭ പിരിഞ്ഞെങ്കിലും ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറപ്പെടുവിക്കാത്തതാണ് അഭ്യൂഹങ്ങൾക്ക് ഇട നൽകുന്നത്. വനിതാ സംവരണ ഭേദഗതിയുമായി ബന്ധപ്പെടുത്തി മണ്ഡല പുനർസംഘടനയ്ക്കുള്ള ഭരണഘടനാ ഭേദഗതി ബില്ല് പാസാക്കാൻ ലക്ഷ്യമിട്ടാണ് സമ്മേളനം ഔദ്യോഗികമായി അവസാനിപ്പിക്കാത്തതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ കരുതുന്നുണ്ട്. ലോക്സഭയും രാജ്യസഭയും ഓഗസ്റ്റ് 13-നാണ് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. സാധാരണ സഭാ സമ്മേളനം അവസാനിച്ചെന്ന വിജ്ഞാപനം സഭ പിരിഞ്ഞ് 4-5 ദിവസങ്ങൾക്കകം വരേണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ മണിക്കൂറുകൾ വരെ വിജ്ഞാപനം വന്നിട്ടില്ല. കേന്ദ്ര സർക്കാർ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ് സമ്മേളനം വിളിച്ചു ചേർക്കുന്നതും അവസാനിപ്പിക്കുന്നതും. NDA സർക്കാരിനെ സംബന്ധിച്ച് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഉയർത്തുന്ന മണ്ഡല പുനഃസംഘടനാ ബില്ല് രാഷ്ട്രീയമായി വളരെ പ്രധാനമാണ്. ബജറ്റ് സമ്മേളനത്തിൽ 3/2 ഭൂരിപക്ഷം ലഭിക്കാതെ ഭരണഘടനാ ഭേദഗതി ബില്ല് പരാജയപ്പെട്ടിരുന്നു. വർഷകാല സമ്മേളനത്തിൽ ഇത് പുതിയ രീതിയിൽ കൊണ്ടുവരാനും 3/2 ഭൂരിപക്ഷം സംഘടിപ്പിക്കാനും പല ശ്രമങ്ങളും നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഈ സാഹചര്യത്തിൽ ബില്ല് വീണ്ടും അവതരിപ്പിക്കാൻ സർക്കാർ നീക്കം നടത്തുമെന്ന അഭ്യൂഹം ശക്തമാണ്. എംപിമാർ വിലയ്ക്ക് വാങ്ങി ഭൂരിപക്ഷം തെളിയിച്ച് സഭ വിളിച്ച് ചേർക്കാനുള്ള നീക്കമാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നതും സമ്മേളനം ഔദ്യോഗികമായി അവസാനിപ്പിക്കുന്നതും തമ്മിലുള്ള ഇടവേള സാധാരണ നിലയിൽ 2 മുതൽ 4 വരെ ദിവസങ്ങളാണെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. മണ്ഡല പുനഃസംഘടനയ്ക്കുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിനായി പ്രത്യേക സമ്മേളനം വിളിച്ച് വളഞ്ഞ മാർഗത്തിലൂടെ കരിപ്പുരണ്ട 3/2 ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്ന് ജയറാം രമേശ് പരിഹസിക്കുന്നുണ്ട്. അമിത്ഷാ അധ്യക്ഷത വഹിച്ച തെക്കൻ മേഖലാ കൗൺസിൽ യോഗത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഈ വിഷയം ഉയർത്തിയിരുന്നു. ഇതോടെയാണ് ബില്ല് വീണ്ടും കൊണ്ടുവരുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്നും കൊടും ചതി പ്രതീക്ഷിക്കണമെന്നും കരുതിയിരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രാഹുൽ ഗാന്ധി.